ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കറണ്ട് അഫെയർസ് എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു പാടുള്ള സബ്ജക്റ്റാണല്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മുമ്പൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഞാൻ എൻ്റെ മൈൻഡ് അങ്ങനെ മാറ്റിയെടുത്തത് കൊണ്ടാണ്. കാരണം കറണ്ട് അഫെയർസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ എക്സാമിനും 20 മാർക്കോളം കറണ്ട് അഫെയർസ് കാണും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്തിയിട്ട് ബാക്കി സബ്ജക്ട്സ് വെച്ചിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് അഫെയർസ് ഞാൻ പഠിക്കുന്നതെന്ന് ഞാൻ പറയാം. എല്ലാ ദിവസവും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ന്യൂസ് പേപ്പറിൽ നിന്നുമുള്ള കറണ്ട് അഫെയർസ് ഞാൻ നോട്ട്ബുക്കിൽ അതാത് ദിവസം തന്നെ എഴുതിയെടുക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ എൻട്രിയുടെ കറണ്ട് അഫെയർസും ഫോളോ ചെയ്ത് പോകും. എൻട്രിയുടെ കറണ്ട് അഫെയർസ് എന്നോടൊപ്പം തന്നെ പത്രം വായിക്കുന്നത് വെച്ചിട്ട് എനിക്ക് കുറേ അഡീഷണൽ പോയിൻറ്റ്സ് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം കറണ്ട് അഫെയർസ് എഴുതാനായിട്ട് പത്രം വീട്ടിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലോ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ തന്നെ ഡെയിലി കറണ്ട് അഫെയർസൊക്കെ ലൈവായിട്ട് പോകുന്ന ചാനൽസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും കറണ്ട് അഫെയർസ് പെൻഡിങ് വരത്തില്ല. അതാത് ദിവസം എഴുതി പോകുന്ന കറണ്ട് അഫെയർസ് അന്ന് തന്നെ പഠിച്ചിട്ട് ഞാൻ വീണ്ടും അടുത്ത ദിവസത്തെ കറണ്ട് അഫെയർസ് എഴുതുന്ന ടൈമിൽ തലേ ദിവസത്തെ കറണ്ട് അഫെയർസിൻ്റെ നോട്ട്സ് ഒന്നുകൂടി വായിച്ചു പോകും. അപ്പോൾ അവിടെ എനിക്ക് ഒരു തവണ അതിൻ്റെ റിവിഷൻ ആകും. ഈ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് അതാത് ദിവസം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഒരുപാട് നാളത്തെ ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കത്തില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അന്നത്തെ കറണ്ട് അഫെയർസ് അന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതിപ്പം സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അപ്ഡേറ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. പക്ഷെ അത് ഒരാഴ്ചത്തെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം പോയിൻറ്റ്സും കാര്യങ്ങളും വരുമെന്ന്. അപ്പോൾ പറ്റുമെങ്കിൽ അതാത് ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ എൻട്രി ആപ്പ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതിൽ അതാത് ദിവസത്തെ കറണ്ട് അഫെയർസിൻ്റെ എക്സാം പോകുന്നുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി ആണെങ്കിലും കറണ്ട് അഫെയർസിൻ്റെ എക്സാം പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആപ്പും അല്ലെങ്കിൽ ടെലഗ്രാം ചാനലും ഒക്കെ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ ഡെയിലി കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ, അതായത് ഞായറാഴ്ച ദിവസം വരുമ്പോൾ ആ ആഴ്ചത്തെ മുഴുവൻ കറണ്ട് അഫെയർസ് ഞാൻ ഒന്നുകൂടി എടുത്ത് വെച്ച് വായിക്കാറുണ്ട്. അപ്പോൾ ആ വീക്കിലെ കറണ്ട് അഫെയർസ് അപ്ഡേറ്റായി പോകും. അതിനുശേഷം ഓരോ മാസം കംപ്ലീറ്റ് ആകുമ്പം ആ മാസത്തെ ആദ്യത്തെ ദിവസം വീണ്ടും ആ മന്തിലെ ഫുൾ കറണ്ട് അഫെയർസ് എടുത്ത് വെച്ച് ഒന്നുകൂടെ ഓടിച്ചൊന്ന് വായിച്ചു പോകും. അങ്ങനെ എനിക്ക് മന്ത് വൈസായിട്ടും കറണ്ട് അഫെയർസ് അപ്ഡേറ്റായി പോകും. അങ്ങനെയാണ് ഞാൻ കറണ്ട് അഫെയർസ് പഠിക്കുന്നത്. ഇതേ മെത്തേഡിൽ തന്നെ കുറേ നാളായിട്ട് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കറണ്ട് അഫെയർസ് പെൻഡിങ് വരാറില്ല. എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാറുമുണ്ട്. അങ്ങനെയാണ് എനിക്ക് കറണ്ട് അഫെയർസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ടിപ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻസിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്